കോടതി കയറ്റിയും കള്ളക്കേസുകൾ പടച്ചുവിട്ടും തന്നെ കൂട്ടാൻ പണിയെടുക്കുന്ന വർഗീയ കക്ഷി നേതാക്കൾക്കെതിരെ വീണ്ടും ഒരു വിജയം നേടിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായ അപകീർത്തി പരാമർശ കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ കോടതിയാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചത്. ഇന്നും ഇന്നലെയും സംഭവിച്ചതല്ല ഇത്. 2018 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ അമിത്ഷായ്ക്കെതിരെ എന്തോ എന്ന് പറഞ്ഞു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയെ കുടുക്കാൻ ഉപയോഗിച്ച കേസ്. 2018 കഴിഞ്ഞ് 23 മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി കർണാടകയിൽ വന്നിരിക്കുന്നു. അപകീർത്തി പരാമർശം നടത്തിയെന്നാണ് പരാതി നൽകിയ BJP നേതാവായ വിജയ് മിശ്ര പറഞ്ഞത്. ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആരോപണങ്ങൾ നേരിട്ട വ്യക്തിയാണ് ഇന്നത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഈ 2018 അദ്ദേഹം BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്നു. അദ്ദേഹം പാർട്ടിയെ ഭരിക്കുമ്പോൾ അവർക്ക് എങ്ങനെ ഈ രാജ്യത്തോട് നീതി പുലർത്താൻ കഴിയും എന്നത് സൂചിപ്പിക്കാൻ വേണ്ടി രാഹുൽ നടത്തിയ പരാമർശം ഇങ്ങനെയായിരുന്നു: സത്യസന്ധവും സംശുദ്ധവുമായ രാഷ്ട്രീയത്തോട് BJP പ്രതിജ്ഞാബദ്ധമാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും കൊലപാതക കേസിൽ ഒരു പ്രതിയായ പാർട്ടി അധ്യക്ഷനാണ് അതിനെ നയിക്കുന്നത് എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇത്രയും പറഞ്ഞതിനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുത്തത്. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന രാഷ്ട്രപിതാവ് എന്ന് രാജ്യം വിളിക്കുന്ന മഹാത്മാഗാന്ധിയെ അധിക്ഷേപിക്കുന്നത് നോക്കി നിൽക്കുകയും അതുപോലെ രാഷ്ട്രശില്പി എന്ന് ഈ രാജ്യം വിളിക്കുന്ന ജവഹർലാൽ നെഹ്റുവിനെ ഇപ്പോഴും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലും പ്രതിഷേധിക്കാത്തവരാണ്. കൊലപാതക പരമ്പരകളിൽ ആരോപണ വിധേയനായ ഒരാളെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത് വലിയ പ്രാധാന്യത്തോടെ എടുത്ത് കേസ് കൊടുത്തത്. പക്ഷെ രാഹുൽ ഗാന്ധിക്ക് ജാമ്യം നൽകിയിരിക്കുന്നു കോടതി. 45 മിനിറ്റ് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ജാമ്യാപേക്ഷ രാഹുൽ ഗാന്ധി സമർപ്പിക്കുകയും കോടതി അത് സ്വീകരിക്കുകയും ചെയ്തു. തുടർ തീയതി ഇതുവരെ നൽകിയിട്ടില്ല എന്ന അഭിഭാഷകൻ സന്തോഷ് പാണ്ഡെ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ ഗ്രാമങ്ങൾ കീഴടക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി നടന്നു നീങ്ങുകയാണിപ്പോൾ. UPയിൽ തന്റെ സ്വന്തം മണ്ഡലമായ അമേഠിയിൽ കൂടി നടന്നു നീങ്ങുമ്പോഴാണ് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുമെന്നൊരു പ്രതീതി ജനിപ്പിച്ചത്. കേസുണ്ടാക്കാനും അതുവഴി ഉപദ്രവിക്കാനും BJPക്ക് ഒരു മടിയുമില്ലാതെയായിരിക്കുന്നു. പ്രതിപക്ഷ ബഹുമാനം എന്നൊരു മുൻഗണന പോലും നൽകാതെ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾക്ക് കോടതി നൽകിയ തിരിച്ചടിയാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ജാമ്യം. തന്റെ മുൻമണ്ഡലമായ അമേഠിയിൽ തന്നെ മത്സരിക്കാൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് അവിടുത്തെ MP മന്ത്രി കൂടിയായ സ്മൃതി ഇറാനി. അതിന്റെ ഭാഗമായിട്ടാണ് ആ മണ്ഡലത്തിൽ പ്രതിരോധത്തിലാക്കാൻ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അമേഠിയിൽ കൂടി നടക്കുന്നത് തടയാൻ ശ്രമിച്ചവർക്കുമേൽ രാഹുൽ ഗാന്ധി നേടിയ ഈ വിജയം അമേഠിയിൽ ലഭിക്കുന്ന ലോക്സഭാ വിജയത്തിന്റെ തുടക്കമാണ്.